പോകുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഹൈപ്പോതലാമസും അതുപോലെ തന്നെ സെറിബ്രൽ കോർട്ടെക്സുമാണ്. ഓക്കെ, അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും വന്ന് കാണാറ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈപ്പോതലാമസിൻ്റെ ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഹൈപ്പോതലാമസ് എന്താണെന്ന് നമുക്കൊരു ചെറിയ ഐഡിയ ഉണ്ടാക്കാം. ഓക്കെ, ഈ കാണുന്ന ബ്ലൂ കളേർഡ് പോർഷൻ കണ്ടോ, ഈ കാണുന്ന ബ്ലൂ കളേർഡ് പോർഷൻ അതിൻ്റെ എൻലാർജ്ഡ് ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ കാണുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ഡയൻസെഫാലിക് സ്ട്രക്ചറാണ്. നമ്മുടെ തലാമസിന്, ഈ കാണുന്നതാണ് തലാമസ്, തലാമസിന് തൊട്ട് താഴെയായിട്ട് അതിന് ബിലോ, അതിന് ഹൈപ്പോ ആയിട്ടുള്ളത് കൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്, ഹൈപ്പോ തലാമസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് വിച്ച് ഈസ് പ്രസന്റ് അണ്ടർ ഓർ ബിനീത്ത് ദ തലാമസ് ഈസ് ഹൈപ്പോതലാമസ്. ഓക്കെ, ഈ ഒരു ചിത്രം എടുക്കുമ്പോൾ കണ്ടോ, ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് തലാമസ് ആണ്, അതിന് ബിലോ ആയിട്ടുള്ള ഈ ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഇവിടെ നിങ്ങൾക്ക് നടുക്കൊരു സെപ്പറേഷൻ കാണാം, ഇതൊരു സൾക്കസ് ആണ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോതലാമിക് സൾക്കസ് എന്ന്. ഓക്കെ, അപ്പം തലാമസിനെയും ഹൈപ്പോതലാമസിനെയും തമ്മിൽ വേർതിരിക്കുന്ന ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹൈപ്പോതലാമിക് സൾക്കസ് ആണ്. പിന്നെ വേറൊരു കാര്യം ഹൈപ്പോതലാമസിനെ പറ്റി പറയാനുള്ളത്, നമ്മുടെ തേർഡ് വെൻട്രിക്കിൾ ഉണ്ടല്ലോ, തേർഡ് വെൻട്രിക്കിളിൻ്റെ ഫ്ലോറും അതുപോലെ തന്നെ അതിൻ്റെ ആൻറ്ററോ ഇൻഫീരിയർ വാളും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പറയുന്ന ഹൈപ്പോതലാമസ് കൊണ്ടിട്ടാണ്. ഹൈപ്പോതലാമസിൻ്റെ ഫങ്ഷൻസ് പഠിക്കാനായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഫങ്ഷൻസ് പഠിക്കാനുള്ള ഈസിനായിട്ട് നമ്മളൊരു ടേബിളായിട്ടാണ് പഠിക്കുന്നത്. ആദ്യത്തെ കോളത്തിൽ ഫങ്ഷൻസ്, പിന്നെ അവിടെ നടക്കുന്ന ആക്ഷൻ അല്ലെങ്കിൽ അവിടെ ഇൻവോൾവ് ആയിട്ടുള്ള സെൻറ്റർ ഏതാണ്, ഹൈപ്പോതലാമസിൻ്റെ ഏത് ന്യൂക്ലിയൈ അല്ലെങ്കിൽ ഏത് പാർട്ടാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഹൈപ്പോതലാമസിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഹൈപ്പോതലാമിക് ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. ചിത്രത്തിൽ നമ്മൾ കാണുന്നതാണ് ഹൈപ്പോതലാമസിൻ്റെ വിവിധങ്ങളായ ന്യൂക്ലിയൈ, ഡോർസോമീഡിയൽ ന്യൂക്ലിയൈ, പാരാവെൻട്രിക്കുലർ ന്യൂക്ലിയൈ, അതുപോലെ തന്നെ ആൻറ്റിയർ ഹൈപ്പോതലാമിക് ന്യൂക്ലിയൈ, പ്രീ ഒപ്റ്റിക് ന്യൂക്ലിയൈ, സുപ്രാകയാസ്മിക് ന്യൂക്ലിയൈ, ഇങ്ങനെ ഒരുപാട് ന്യൂക്ലിയൈ ഉണ്ട് ഹൈപ്പോതലാമിക്കിൽ. ഓക്കെ, ഈ കാണുന്നത് ഹൈപ്പോതലാമിക് ന്യൂക്ലിയയുടെ ഒരു ഷിമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഇവിടെ SC എന്ന് പറയുമ്പോൾ അത് സുപ്രാകയാസ്മാറ്റിക് ന്യൂക്ലിയനെയാണ് ഉദ്ദേശിക്കുന്നത്. PO എന്ന് പറയുമ്പോൾ അത് പ്രീ ഓപ്റ്റിക് ന്യൂക്ലിയൈ ആണ്. അങ്ങനെ ജസ്റ്റ് ഹൈപ്പോതലാമിക് ന്യൂക്ലിയയുടെ ഒരു ഡെപ്പിക്ഷൻ ആണ് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത്. ഏതാണ്ട് 15ഓളം ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈപ്പോതലാമസിൻ്റെ. നമുക്ക് ഈ ഒരു ഹൈപ്പോതലാമിക് ന്യൂക്ലിയയും ഇതിൻ്റെ ഫങ്ഷൻസും നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഒരു ന്യൂക്ലിയയൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. കാരണം ഇതിങ്ങനെ ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു കാര്യം പോലെ നമുക്ക് തോന്നും. ശരിക്കും അത് അങ്ങനെ തന്നെ പഠിക്കേണ്ടുന്ന ഒന്നാണ്, അല്ലാതെ നമുക്കത് വേറൊരു തരത്തിൽ എങ്ങനെ ഇപ്പോൾ പഠിക്കാം. പക്ഷെ നമുക്ക് ഒരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ, അത് നമുക്ക് ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആ ഒരു കോഡ് പറയാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അത് ലിങ്ക് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയുടെ അവസാനത്തേക്കാണ് നമ്മൾ കോഡ് പറയുന്നത്. മൊത്തത്തിൽ നമുക്ക് ഫങ്ഷൻസും ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കോഡൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എളുപ്പം അത് പഠിക്കാനായിട്ട് പറ്റും. ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റോൾ ഇൻ സർക്കേഡിയൻ റിതം ആണ്. സർക്കേഡിയൻ റിതം അഥവാ സർക്കേഡിയൻ സൈക്കിൾ എന്നുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, അതെന്ന് വെച്ചാൽ ഡയഗണൽ വേരിയേഷൻ ഓഫ് മെനി ബോഡി ഫങ്ഷൻസ് ആണ്. ഇപ്പം നമ്മുടെ സ്ലീവ് വേവ് സൈക്കിൾ ആവട്ടെ, മെൻസ്ട്രൽ സൈക്കിൾ ആവട്ടെ, ഇതെല്ലാം ഒരു സൈക്ലിക് ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു താളമുണ്ട് അല്ലേ. നമ്മൾ ഇന്ന് രാത്രി ഒരു 10 മണിക്ക് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ രാത്രി 10 മണിയാകുമ്പോൾ നമുക്ക് ഉറക്കം വരും. കാര്യം ഇതൊരു സൈക്കിളാണ്, ഒരു സർക്കേഡിയൻ റിതം ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതിലൊരു ആക്ഷൻ എന്താണ്, റിതമിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. ഓക്കെ, ഇത് ഇൻവോൾവ് ആയിട്ടുള്ള ന്യൂക്ലിയൈ എന്ന് പറയുന്നത് സുപ്രാകയാസ്മാറ്റിക് ന്യൂക്ലിയൈ ആണ്. ഇപ്പം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകാം, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കോഡ് വെച്ചിട്ട് ഇത് പഠിക്കാം. ഓക്കെ, രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റോൾ ഓഫ് സ്ലീപ്പ് ആൻഡ് വേക്ക്ഫുൾനെസ് ആണ്. സ്ലീപ്പിലെ വേക്ക്ഫുൾനെസ്സിനും തലാമസിന് റോൾ ഉണ്ട്, ഹൈപ്പോതലാമസിന് റോൾ ഉണ്ട്. സ്ലീപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് പ്രീ ഒപ്റ്റിക് ന്യൂക്ലിയസ് ആണ്, വേക്ക്ഫുൾനെസ്സിന് ഇൻവോൾവ് ആയിട്ടുള്ളത് ലാറ്ററൽ ഹൈപ്പോതലാമിക് ന്യൂക്ലിയൈ ആണ്. മൂന്നാമത്തെ ഫംഗ്ഷൻ റെഗുലേഷൻ ഓഫ് ഹങ്കർ ആൻഡ് ഫുഡ് ഇൻടേക്ക്. നമ്മുടെ ഹൈപ്പോതലാമസിൽ ഫുഡ് ഹങ്കർ ആൻഡ് സറ്റൈറ്റി സെൻറ്റർ ഉണ്ട്, ഹങ്കർ സെൻറ്റർ ഉണ്ട്, സറ്റൈറ്റി സെൻറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹങ്കർ സെൻറ്ററിൻ്റെ മറ്റൊരു പേരാണ് ഫീഡിങ് സെൻറ്റർ എന്നുള്ളത്. അപ്പം അവിടുത്തെ സെൻറ്റർ എന്ന് പറയുന്നത് ഏതാണ്, ഫീഡിങ് സെൻറ്റർ ഉണ്ട്, സറ്റൈറ്റി സെൻറ്ററും ഉണ്ട്. ഫീഡിങ് സെൻറ്റർ വരുന്ന ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ലാറ്ററൽ ന്യൂക്ലിയസും സെറ്റൈറ്റി സെൻറ്റർ വരുന്ന ന്യൂക്ലിയസ് വെൻട്രോമീഡിയൽ ന്യൂക്ലിയസുമാണ്. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ ആണ്, ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കുന്നത്. ഈ റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു ടോപ്പിക്കും കൂടിയിട്ടാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചു ഹീറ്റ് ഗെയിൻ സെൻറ്ററും ഹീറ്റ് ലോസ് സെൻറ്ററും ഉണ്ട്. ഹീറ്റ് ഗെയിൻ സെൻറ്റർ ഉള്ളത് എവിടെയാണ്, പോസ്റ്റീരിയർ ഹൈപ്പോതലാമസിലും. ഹീറ്റ് ലോസ് സെൻറ്റർ ഉള്ളത് ആൻറ്റീരിയർ ഹൈപ്പോതലാമസിലുമാണ്.
ഇനി കൺട്രോൾ ഓഫ് അഡ്രിനൽ മെഡുല. അഡ്രിനൽ മെഡുലയായിട്ട് ബന്ധപ്പെട്ട കൺട്രോളും വരുന്നത് ഹൈപ്പോതലാമസിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അതായത് നമുക്ക് ഇമോഷൻസ് ഒക്കെ വരുന്ന സമയത്ത് കാറ്റക്കോളമീൻസിന്റെ റിലീസ് ഒക്കെ വരുന്നതാണ് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ. പിന്നെ അഗ്രഷൻ ഈസ് അഗെയിൻ എന്താണ് ഫംഗ്ഷൻ ഓഫ് ഹൈപ്പോതലാമസ് എന്നുള്ളതാണ്. അവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഏതാണ്? ഡോർസോ മീഡിയൽ ന്യൂക്ലിയൈ ആണ്. ഓക്കെ. അടുത്ത ഫംഗ്ഷൻ എന്താണ്? സെക്രീഷൻ ഓഫ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആയിട്ടുള്ള ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ ഇതൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്സിറ്റോസിൻ്റെ എന്താ പറയുക റിലീസായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂക്ലിയൈ ഏതാണ്? പാരാവെൻട്രിക്കുലർ ന്യൂക്ലിയൈ ആണ്. ഇനി വാസോപ്രസിൻ്റെയോ അത് സുപ്രാ ഒപ്റ്റിക് ന്യൂക്ലിയസ് ആണ്. അടുത്ത ഫംഗ്ഷൻ വരുന്നത് കൺട്രോൾ ഓഫ് അഡ്രിനൽ കോർട്ടെക്സ് ആണ്. ഓൾറെഡി നമ്മൾ അഡ്രിനൽ മെഡുലയുടെ കാര്യം പറഞ്ഞു. അവിടെ കാറ്റക്കോളമീൻസിനെ ഇമോഷന്റെ സമയത്ത് റിലീസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞ്. ഇനി അഡ്രിനൽ കോർട്ടെക്സ് വരുമ്പോൾ എങ്ങനെയാണ്? കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിനെ സെക്രേറ്റ് ചെയ്യുന്നുണ്ട്, CRH. അത് റിലേറ്റ് ചെയ്ത് വരുന്ന ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പാരാവെൻട്രിക്കുലർ ന്യൂക്ലിയസ് ആണ്. അടുത്ത ഫംഗ്ഷൻ എന്താണ്? റെഗുലേഷൻ ഓഫ് ANS ആണ്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ റെഗുലേഷൻ ആണ്. നമുക്കറിയാം സിമ്പത്തറ്റിക്കും ഉണ്ട് പാരാസിമ്പത്തറ്റിക്കും ഉണ്ട്. സിമ്പത്തറ്റിക്കിന്റെ റെഗുലേഷൻ വരുന്നത് പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ ന്യൂക്ലിയയിലും പാരാസിമ്പത്തറ്റിക്കിന്റെ റെഗുലേഷൻ വരുന്നത് ആന്റീരിയർ ന്യൂക്ലിയസിലുമാണ്. ഫംഗ്ഷനാണ് റെഗുലേഷൻ ഓഫ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. അവിടെ ആക്സിലറേഷനും വരുന്നുണ്ട്, ഇൻഹിബിഷനും വരുന്നുണ്ട്. ആക്സിലറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂക്ലിയസ് പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ ന്യൂക്ലിയൈ. ഇൻഹിബിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂക്ലിയസ് ആണ് പ്രീ ഓപ്റ്റിക് ആൻഡ് ആന്റീരിയർ ന്യൂക്ലിയൈ. ഇനി നമ്മൾ ബ്ലഡ് പ്രഷർ പറയുന്ന സമയത്ത് അതിന്റെ റെഗുലേഷനും ഇവിടെ വരുന്നുണ്ട്. അവിടെ പ്രഷർ എഫക്റ്റും ഉണ്ട്, ഡിപ്രഷർ എഫക്റ്റും ഉണ്ട്. പ്രഷർ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ ന്യൂക്ലിയയും ഡിപ്രഷർ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് പ്രീ ഓപ്റ്റിക് ഏരിയയും ആണ്. ഓക്കെ. ഇനി പറയുന്നത് റെഗുലേഷൻ ഓഫ് വാട്ടർ ഇൻടേക്ക് ആണ്. അവിടെ നമുക്കറിയാം തേഴ്സ്റ്റ് സെന്ററും ഉണ്ട്, വാട്ടർ റിട്ടൻഷൻ ബൈ ADH ഉണ്ട് അല്ലെ. ഈ തേഴ്സ്റ്റ് സെന്റർ ദാഹമൊക്കെ ഉണ്ടാക്കുന്ന സംഭവം ചെയ്യുന്നത് ആരാണ്? അത് ലാറ്ററൽ ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ ആണ്. എഗെയിൻ വാട്ടർ റിട്ടൻഷൻ ബൈ ADH, അതായത് ഒരുപാട് വെള്ളത്തിന്റെ ലോസ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? വാട്ടർ റിട്ടൻഷൻ നടത്തണം അല്ലെ. ആ വാട്ടർ റിട്ടൻഷൻ എന്തുമായിട്ട് വരുന്ന ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? അത് സുപ്രാ ഓപ്റ്റിക് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ന്യൂക്ലിയസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. അടുത്ത ഫംഗ്ഷനാണ് റെഗുലേഷൻ ഓഫ് ബിഹേവിയർ ആൻഡ് ഇമോഷൻ. ബിഹേവിയറിനെ അതുപോലെ തന്നെ ഇമോഷനെ റെഗുലേറ്റ് ചെയ്യുക. നമുക്കറിയാം ഹൈപ്പോതലാമസിൽ റിവാർഡ് സെന്ററും ഉണ്ട്, പണിഷ്മെന്റ് സെന്ററും ഉണ്ട്. റിവാർഡ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂക്ലിയസ് വെൻട്രോമീഡിയൽ ന്യൂക്ലിയസും പണിഷ്മെന്റ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂക്ലിയസ് പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ ന്യൂക്ലിയസുമാണ്. അടുത്ത ഫംഗ്ഷനാണ് റെഗുലേഷൻ ഓഫ് സെക്ഷൽ ഫംഗ്ഷൻ. സെക്ഷൽ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് ഹൈപ്പോതലാമസ്. അത് സെക്ഷൽ സൈക്കിളാണ് അവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആർക്കുവേറ്റ് ആൻഡ് പോസ്റ്റീരിയർ ന്യൂക്ലിയൈ ആണ്. അടുത്ത നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻ ആയിരുന്നു റെഗുലേഷൻ ഓഫ് റെസ്പോൺസ് ടു സ്മെൽ. സ്മെല്ലിനോടുള്ള റെസ്പോൺസ് അതിനെ റെഗുലേറ്റ് ചെയ്യുക. അതൊരു ഓട്ടോണോമിക് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂക്ലിയൈ ആണ് പോസ്റ്റീരിയർ ഹൈപ്പോതലാമിക് ന്യൂക്ലിയൈ. ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് കൺട്രോൾ ഓഫ് ആന്റീരിയർ പിറ്റ്യൂട്ടറി. ആന്റീരിയർ പിറ്റ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുക. അതായത് റിലീസിങ് ഹോർമോൺസും വരുന്നുണ്ട്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും വരുന്നുണ്ട്. അത് നമുക്കറിയാം. അവിടെ ഒരു ഡിസ്ക്രീറ്റ് ഏരിയാസ് ഉണ്ട്, ഒരു സ്പെസിഫിക് ഏരിയാസിലാണ് അത് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഹൈപ്പോതലാമസിന്റെ ഫങ്ഷൻസ്, അല്ലെങ്കിൽ ഹൈപ്പോതലാമിക് ന്യൂക്ലിയയും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫങ്ഷൻസും. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി. പക്ഷേ നമുക്കിപ്പം കിട്ടിയൊരു ഐഡിയ വെച്ച് ഇത് നമുക്ക് എത്രത്തോളം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. കാരണം നമ്മളിത് പക്ക ബൈഹാർട്ട് പോലെ ഇങ്ങനെ പതിച്ചെടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കണക്ട് ചെയ്യാൻ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മളൊരു കോഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്, ഒരു നിമോണിക് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. നമുക്ക് എല്ലാ ഫങ്ഷൻസിനും കൂടിയിട്ടൊരു നിമോണിക് ഇല്ല, എന്നാലും ഒരു 7 ഫങ്ഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂക്ലിയയും നമുക്ക് ലിങ്ക് ചെയ്യാനുള്ളൊരു ചെറിയ നിമോണിക് ഉണ്ട്. നമുക്ക് ആ നിമോണിക് നോക്കാം. ഇതൊരു സ്റ്റോറിയാണ് കേട്ടോ. ഇപ്പം ഈ അവധി ദിവസങ്ങളൊക്കെ ആവുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അലസത വരും അല്ലേ. എല്ലാ ദിവസവും വർക്കിംഗ് ഒക്കെ ആയിട്ട് ഒരു ലീവ് കിട്ടുമ്പോൾ നമുക്കിടയിൽ ഉച്ച വരെ വേണമെങ്കിലും കിടന്നുറങ്ങാം എന്നൊക്കെ ഉള്ളൊരു ഇതായിരിക്കും അല്ലേ. ഒരുപാട് പേരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു പയ്യൻ്റെ സ്റ്റോറിയാണിത്. അപ്പം നമ്മൾ എണീച്ച് വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ അമ്മ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ആ ഒരു തത്രപ്പാടായിരിക്കുമല്ലോ അമ്മയ്ക്ക്. അപ്പം അങ്ങനെ ഒരു സർക്കംസ്റ്റൻസ് ആണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് കോഡ് നോക്കാം. കോഡ് ഇങ്ങനെയാണ്: സമ്മൺ പ്ലീസ് വേക്ക് ലക്ഷ്മൺ. അതായത് ലക്ഷ്മൺ എന്ന് പറയുന്നത് നമ്മളെപ്പോലൊരു പയ്യനാണ്. ആ പയ്യൻ എന്താണ് ഉച്ചവരെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം അമ്മ പറയുകയാണ് സമ്മൺ പ്ലീസ് വേക്ക് ലക്ഷ്മൺ, ആരെങ്കിലും ആ ലക്ഷ്മണനെ ഒന്ന് വിളിച്ച് ഉണർത്തുക എന്നുള്ളത്. അപ്പം കാര്യത്തിലേക്ക് വരുമ്പോൾ
സ്ലീപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂക്ലിയ പ്രീ ഓപ്റ്റിക് ന്യൂക്ലിയ ആണ്. വേക്ക്ഫുൾനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ലാറ്ററൽ ഹൈപ്പോതലാമിക് ന്യൂക്ലിയ ആണ്. സംവൺ പ്ലീസ് വേക്ക് ലക്ഷ്മൺ, നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് ആണ് വേണ്ടത്. സംവൺ, സ്ലീപ്പ്, ഓക്കെ. പ്ലീസ്, പി എന്ന് പറയുമ്പോൾ പ്രീ ഓപ്റ്റിക് ന്യൂക്ലിയ. വേക്ക് ലക്ഷ്മൺ, വേക്ക്ഫുൾനെസ്. ലാറ്ററൽ ഹൈപ്പോതലാമിക് ന്യൂക്ലിയ. അപ്പോൾ ആരെങ്കിലും ലക്ഷ്മണിനെ ഒന്ന് വിളിച്ചുണർത്ത്. സംവൺ പ്ലീസ് വേക്ക് ലക്ഷ്മൺ എന്ന് അമ്മ പറയുകയാണ്. അപ്പോൾ ലക്ഷ്മണന്റെ വീട്ടിൽ സെർവൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മ സെർവൻസിനോട് പറയാണ് ഹീറ്റ് ഓൾ ദ കോൾഡ് പെറാത്താസ്, അതായത് ആ എന്താ പറയുക, ആ തണുത്തുപോയ പൊറോട്ടയൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുക, ലക്ഷ്മൺ ഇപ്പോൾ വരുമല്ലോ. അപ്പോൾ ഹീറ്റ് ആൾ കോൾഡ് പെറാട്ടാസ്. ഇതെല്ലാം ആദ്യത്തെ ലെറ്റേഴ്സാണ് നമുക്ക് ഇനിയും വേണ്ടത്. ഹോട്ട് എൻവയോൺമെൻറ്റ് കൂളിംഗ്, ആൻറ്റീരിയർ ഹൈപ്പോതലാമിക് ന്യൂക്ലിയ. കോൾഡ് എൻവയോൺമെൻറ്റിൽ ഹീറ്റിംഗ് ആണ്. പോസ്റ്റീരിയർ ഹൈപ്പോതലാമിക് ന്യൂക്ലിയ. ഇത് ടെമ്പറേച്ചർ റെഗുലേഷൻ്റെ ഇതാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഹീറ്റ് ആൾ, ഹോട്ട് എൻവയോൺമെൻറ്റ്, ആൻറ്റീരിയർ ഹൈപ്പോതലാമിക് ന്യൂക്ലിയ, കോൾഡ് പെറാട്ട, CP, കോൾഡ് എൻവയോൺമെൻറ്റ്, പോസ്റ്റീരിയർ ഹൈപ്പോതലാമിക് ന്യൂക്ലിയ. അമ്മ ഇങ്ങനെ സെർവൻസിനോട് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മൺ എണീച്ച് വരികയാണ്. ലക്ഷ്മൺ എണീച്ച് വന്നിടം പറയാണ് ഫുള്ളാവോ സബ്സി വെരി മസാലേദാർ, അതായത് ഭക്ഷണം, ഹിന്ദിയാണ് കേട്ടോ, ഭക്ഷണം കൊണ്ടുവാ, ഈ വെജിറ്റബിൾ കറിയൊക്കെ നല്ല മസാലയൊക്കെ ഇട്ട് എടുത്തോ എന്ന് പറയുകയാണ്. അപ്പോൾ ഫുള്ളാവോ എന്ന് പറയുമ്പോൾ ഫീഡിങ്, ലാറ്ററൽ ഹൈപ്പോതലാമിക് ന്യൂക്ലിയ, സബ്സി വെരി മസാലേദാർ, അതായത് സബ്സി പറയുമ്പോൾ സാറ്റൈറ്റി, വെരി മസാലേദാർ എന്താണ്, വെൻട്രോ മീഡിയൽ ന്യൂക്ലിയ. അപ്പോൾ ലക്ഷ്മണന്റെ ഈ ഒരു സ്റ്റോറി വെച്ചിട്ട് നമുക്ക് 3 ഫങ്ഷൻസ് കിട്ടി അല്ലേ. ആദ്യത്തെ ഫങ്ഷൻ റോൾ ഓഫ് സ്ലീപ്പ് ആൻഡ് വേക്ക്ഫുൾനെസ് കിട്ടി. അതിനുശേഷം റോൾ ഇൻ കൺട്രോൾ ഓഫ് ബോഡി ടെമ്പറേച്ചർ റെഗുലേഷൻ അല്ലേ, ബോഡി ടെമ്പറേച്ചർ റെഗുലേഷൻ എങ്ങനെയാണെന്ന് നോക്കി. അതുപോലെ തന്നെ റെഗുലേഷൻ ഓഫ് ഹങ്കർ ആൻഡ് ഫുഡ് ഇൻടേക്ക്. ആ 3 ഫങ്ഷൻസും അതിൻ്റെ കറസ്പോണ്ടിങ് ന്യൂക്ലിയ നമുക്ക് കിട്ടി. ഓക്കെ. അടുത്ത ഫംഗ്ഷൻ നമ്മൾ പറയുന്ന സർക്കേഡിയൻ റിതം ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂക്ലിയസ് ആണ് സുപ്രാ കയസ്മാറ്റിക് ന്യൂക്ലിയസ്. അവിടെ നമ്മൾ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്താൽ മതി. സർക്കേഡിയൻ C ആണ്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ കയസ്മാറ്റിക് ന്യൂക്ലിയസ് C, അങ്ങനെ നമുക്ക് അത് കിട്ടും. ഓക്കെ. ഇനി അടുത്ത പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെക്രീഷൻ ഓഫ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആണ്. അവിടെ നമുക്കറിയാം ഓക്സിറ്റോസിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂക്ലിയ പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസ് ആണ്. അതുപോലെ തന്നെ വാസോപ്രസിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂക്ലിയസ് സുപ്രാ ഓപ്റ്റിക് ന്യൂക്ലിയസ് ആണ്. ഇവിടെ ക്രോസ് ഓവർ ആലോചിച്ചാൽ മതി. കാര്യം ഓക്സിറ്റോസിൻ്റെത് കിടക്കുന്ന വാസോപ്രസിലാണ്. ഉദ്ദേശിച്ചത് ഓക്സിറ്റോസിൽ ഒരു O ഉണ്ട്, ഓപ്റ്റിക് ന്യൂക്ലിയസിൽ ഒരു O ഉണ്ട്, വാസോപ്രസിൽ V ഉണ്ട്, എഗെയിൻ പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസിൽ V ഉണ്ട്. അപ്പോൾ ഇത് നേരെ ക്രോസ് ഓവർ ചെയ്താണ് കിടക്കുന്നത് എന്ന് ആലോചിച്ചാൽ മതിയാവും. ഓക്കെ. അടുത്ത ഫംഗ്ഷൻ പറഞ്ഞത് അഗ്രഷൻ ആണ്. ഈ അഗ്രഷൻ വന്നത് അഡ്രിനൽ മെഡുലയിലായിരുന്നു. നമ്മൾ പറഞ്ഞു കാറ്റക്കോളമീൻസ് ഇമോഷൻ്റെ സമയത്തൊക്കെ റിലീസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ അവിടെ അഗ്രഷനിൽ വരുന്നത് ഡോർസോമീഡിയൽ ന്യൂക്ലിയ ആണ്. അപ്പോൾ നമ്മുടെ കോഡ് എന്ന് പറയുന്നത് ഡോഗ് ബൈറ്റ്സ് ഇൻ അഗ്രഷൻ ആണ് അല്ലേ. ഈ പട്ടിയൊക്കെ ആണെങ്കിൽ നമ്മളെ ദേഷ്യം വരുമ്പോഴായിരിക്കും നമ്മളെ കയറി കടിക്കുക. ഓക്കെ. അപ്പം ഡോഗ് ബൈറ്റ്സ് ഇൻ അഗ്രഷൻ, ഡോഗ് DO, ഡോർസോമീഡിയൽ ന്യൂക്ലിയ. ഓക്കെ, അഗ്രഷൻ അല്ലേ. അപ്പോൾ ഡോഗ് ബൈറ്റ്സ് ഇൻ അഗ്രഷൻ എന്ന് കിട്ടുമ്പോൾ അഗ്രഷൻ ഡോർസോമീഡിയൽ ന്യൂക്ലിയ എന്നുള്ളത് കിട്ടും. അങ്ങനെ നമുക്ക് അടുത്ത 3 ഫങ്ഷൻസും അതിൻ്റെ കറസ്പോണ്ടിങ് ന്യൂക്ലിയ കിട്ടി. നോക്കിയത് സർക്കേഡിയൻ റിതമാണ് നമ്മൾ നോക്കിയത്. അതിനുശേഷം സെക്രീഷൻ ഓഫ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ്, അതിൽ വരുന്ന ന്യൂക്ലിയ ഏതൊക്കെയാണ്. പിന്നെ പറഞ്ഞത് കൺട്രോൾ ഓഫ് അഡ്രിനൽ മെഡുല അഗ്രഷൻ, അതിൽ വരുന്ന ന്യൂക്ലിയ ഏതൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു നിമോണിക് വെച്ചിട്ട് 6 ഫങ്ഷൻസ് ഓഫ് ഹൈപ്പോതലാമസും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ന്യൂക്ലിയ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി. നമ്മുടെ കോഡ് അത്രയേ ഉള്ളൂ. 6 ഫങ്ഷൻസിനും അതിന് കറസ്പോണ്ടിങ് ന്യൂക്ലിയയ്ക്ക് നമുക്ക് കോഡുള്ളൂ. ഈ ഒരു രീതിയിൽ ക്രിയേറ്റീവായിട്ട് ആലോചിച്ച് നിങ്ങൾ എന്താണ് ലിങ്ക് ചെയ്തിട്ട് ബാക്കി ഫങ്ഷൻസും ന്യൂക്ലിയയും കൂടെ കണക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു 6 ഫങ്ഷൻസ് അതിൻ്റെ കറസ്പോണ്ടിങ് ന്യൂക്ലിയയും മനസ്സിലാക്കി വെക്കുക. ഇത് എഴുതിയാലും അത്യാവശ്യം ഒരു മാർക്ക് കിട്ടും. പക്ഷേ എന്നാലും നല്ല മാർക്കിനായിട്ട് ബാക്കിയും കൂടെ ഒന്ന് ലിങ്ക് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഫങ്ഷൻസ് ഓഫ് ഹൈപ്പോതലാമസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായി. അതായത് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് തലാമസിന് ബിലോ ആയിട്ടുള്ള ഒരു ഡൈൻസെഫാലിക് സ്ട്രക്ചർ ആണ്. ഇതാണെങ്കിൽ തലാമസിൽ നിന്ന് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഹൈപ്പോതലാമിക് സൾക്കസ് ആണ്. മാത്രമല്ല തേർഡ് വെൻട്രിക്കിളിൻ്റെ ആൻഡ്രോ ഇൻഫീരിയർ വാളും ഫ്ലോറും ഉണ്ടാക്കിയിട്ടുള്ളത് ഹൈപ്പോതലാമസ് വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഫങ്ഷൻസും കറസ്പോണ്ടിങ് സെൻറ്ററും ന്യൂക്ലിയസും ആണ് നോക്കിയത്. റോൾ ഇൻ സർക്കേഡിയൻ റിതം, റിതമിക് ചേഞ്ചസ്, സുപ്രാ കയാസ്മാറ്റിക് ന്യൂക്ലിയ, റോൾ ഓഫ് സ്ലീപ്പ് ആൻഡ് വേക്ക്ഫുൾനെസ്, സ്ലീപ്പിൽ പ്രീ ഓപ്റ്റിക് ന്യൂക്ലിയസ്, വേക്ക്ഫുൾനെസ്സിൽ ലാറ്ററൽ ഹൈപ്പോതലാമിക് ന്യൂക്ലിയ,
റെഗുലേഷൻ ഓഫ് ഹങ്കർ ആൻഡ് ഫുഡ് ഇൻടേക്ക്. ഫീഡിംഗ് സെൻറ്റർ ആയിട്ട് വരുന്നത് ലാറ്ററൽ ന്യൂക്ലിയസ് ആണ്. സെറ്റേറ്റീവ് സെൻറ്റർ ഉള്ളത് വെൻട്രോമീഡിയൽ ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ടാണ്. റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ ഹീറ്റ് ഗെയിൻ സെൻറ്റർ പോസ്റ്റീരിയർ ഹൈപ്പോതലാമിക് ന്യൂക്ലിയസ്. ദെൻ ഹീറ്റ് ലോസ് സെൻറ്റർ ആൻറ്റീരിയർ ഹൈപ്പോതലാമസ്. അടുത്ത് പറയുന്നത് കൺട്രോൾ ഓഫ് അഡ്രിനൽ മെഡുല, കാറ്റക്കോളമീൻസ് ഡ്യൂറിങ് ഇമോഷൻ ആൻഡ് അഗ്രഷൻ, ഡോർസോമീഡിയൽ ന്യൂക്ലിയൈ. സെക്രീഷൻ ഓഫ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ്, ഓക്സിറ്റോസിൻ, പാരാവെൻട്രിക്കുലർ ന്യൂക്ലിയൈ, വാസോപ്രസിൻ, സുപ്രാഓപ്റ്റിക് ന്യൂക്ലിയസ്. Then control of adrenal cortex, corticotropin releasing hormone CRH. It is located in paraventricular nucleus. അടുത്ത ഫംഗ്ഷൻ ആയിരുന്നു റെഗുലേഷൻ ഓഫ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, സിമ്പത്തറ്റിക് പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ ന്യൂക്ലിയൈ, പാരാസിമ്പത്തറ്റിക് ആൻറ്റീരിയർ ന്യൂക്ലിയൈ. റെഗുലേഷൻ ഓഫ് ഹാർട്ട് റേറ്റ്, ആക്സലറേഷൻ പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ ന്യൂക്ലിയൈ, ഇൻഹിബിഷൻ പ്രീ ഓപ്റ്റിക് ആൻഡ് ആൻറ്റീരിയർ ന്യൂക്ലിയൈ. Regulation of blood pressure, pressure effect, posterior and lateral nuclei, depressor effect, preoptic area. Then regulation of water intake, thirst center, lateral nucleus, water retention by ADH, supraoptic nucleus. Regulation of behavior and emotion, reward center, ventromedial nucleus, punishment center, posterior and lateral nucleus. Regulation of sexual function, sexual cycle, arcuate and posterior nuclei. Regulation of response to smell, autonomic response, posterior hypothalamus. Control of anterior pituitary, releasing hormones and inhibiting hormones, discrete areas of hypothalamus. അപ്പോൾ ഇങ്ങനെയാണ് ഹൈപ്പോതലാമസിൻ്റെ ഫങ്ഷൻസ് ഒക്കെ വരുന്നത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ വളരെ 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 പ്രധാനപ്പെട്ട ഏരിയയാണ് ഫങ്ഷൻസ് ഓഫ് ഹൈപ്പോതലാമസ്. ഇതിൽ നിന്ന് ചോദ്യം ഫങ്ഷൻസ് ഓഫ് ഹൈപ്പോതലാമസ് എന്ന് വരാറുണ്ട്, അല്ലെങ്കിൽ ഹൈപ്പോതലാമിക് ന്യൂക്ലിയൈ ആൻഡ് ദെയർ ഫങ്ഷൻസ് എന്ന് വരാറുണ്ട്, ഹൈപ്പോതലാമിക് ന്യൂക്ലിയൈ എന്ന് മാത്രം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 5 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. കോഡ് ഇട്ടിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഫങ്ഷൻസ് ഓഫ് ഹൈപ്പോതലാമസ്.